വിവാഹിതരായോ? ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ചൂട് പിടിച്ച ചർച്ച എന്നുള്ളത്. വിവാഹിതരായോ? അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതുപോലെ തന്നെ രേണുവിൻ്റെ വീഡിയോ ഞാൻ 2-3 ദിവസം മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരുപാട് പേര് സപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് നെഗറ്റീവും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ വിവാഹം കഴിച്ചിട്ട് ഇരുന്ന നിനക്ക് എന്താണ് നഷ്ടം, അവൾ വിവാഹം കഴിച്ചോട്ടെ, അതിനെന്തിനാ നിനക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്, പരദൂഷണം പറയുന്നതെന്നുള്ള രീതിയിലുള്ള കമൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരി വിവാഹം കഴിക്കുന്നതിനോട് ഞാൻ ഒരു ഇതും പറഞ്ഞില്ല. ആ പുള്ളിക്കാരിയുടെ പോസ്റ്റ്, അതിൽ വന്ന ആ ഒരു പോസ്റ്റ് ഇട്ടതിനാണ് ഞാൻ അതിനെ പ്രതികരിച്ചത്. അല്ലാതെ അവൾ രേണു എന്താണ് പുള്ളിക്കാരി വിവാഹം കഴിക്കുന്നതിനോടോ അവർ വേറെ ഇതാകുന്നതിനോടൊന്നും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കെന്താ പ്രശ്നം, എൻ്റെ ആരെങ്കിലും ആണോ? അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഒരുപാട് പേര് അവളെ വെറുത്തു, ഇവളുടെ ഈ കാണിച്ചു കൂട്ടൽ വെറുത്തു, അതുപോലെ വീട് വെച്ച് കൊടുത്തത് അബദ്ധമായി പോയി എന്നുള്ള ആ രീതിയിലൊക്കെ ഉള്ള കമൻസുകളുണ്ടായിരുന്നു. ഒടുവിൽ ഇതാ രാജകുമാരി ഇതാ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുകയാണ്, ഇനിയിപ്പോൾ അവർ വിവാഹം കഴിച്ചോ, വിവാഹം കഴിച്ചിട്ടില്ലയോ, ഇനി അവർ തമ്മിൽ വേറെ എന്തെങ്കിലും റിലേഷനാണോ, ഏതാണെന്നുള്ളതൊക്കെ നമുക്കിനി എന്തായാലും ഈ ഇൻ്റർവ്യൂ എന്നുള്ളത് അറിയാം. അപ്പോൾ നമ്മുടെ അന്ന് ചെയ്ത വീഡിയോൻ്റെ സംശയങ്ങളൊക്കെ എന്തായാലും മാറും. അന്ന് പറഞ്ഞ അങ്ങനെയുള്ള പോസ്റ്റാണ് ഇട്ടത്, അതിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചത്. അല്ലാതെ പേഴ്സണലി എനിക്ക് ആ പുള്ളിക്കാരിയോട് ഒരു വിരോധ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നേരത്തെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ എല്ലാവരും കൂടെ ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിനകത്ത് ദാസേട്ടൻ്റെ കൂടെ ഒരു റീൽ ചെയ്തതിനെ കുറിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അവരുടെ ആ ഒരു ഇതാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ആ ഒരു പോസ്റ്റിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചത്. ആ പോസ്റ്റ് അങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു. രേണു സുധിയുടെ ഭാര്യയായിട്ട് ഭർത്താവ് മരിച്ചു, എന്നാലും ആ ഒരു ലേബലിൽ ഇരിക്കെ ഇങ്ങനെയുള്ള പോസ്റ്റ് ഇടേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ഒരു രീതിയിൽ ഇതായിട്ട് ഇടുക. ആ ഒരു പോസ്റ്റിനെതിരെ മാത്രമാണ് ഞാൻ പ്രതികരിച്ചത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. എന്തായാലും രേണു പറയുന്ന ആ ഇൻ്റർവ്യൂവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഗോപിനാഥനും വിവാഹിതരായോ? ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ചൂട് പിടിച്ച ചർച്ച എന്നുള്ളത്. വിവാഹിതരായോ? ആയിട്ടില്ല. പിന്നെ എന്തായിരുന്നു ആ ഫോട്ടോസ്? അതൊരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. അതായത് പാങ്ങാപ്പാറ, നമ്മുടെ ട്രിവാൻഡ്രത്ത് ശ്രീകാര്യത്തിനടുത്ത് പാങ്ങാപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സിട്ര ബ്യൂട്ടി ക്ലിനിക് എന്ന് പറഞ്ഞിട്ടൊരു ബ്യൂട്ടി പാർലർ ഉണ്ട്. അവരുടെ അഡ്വർടൈസ്മെന്റ് ആയിരുന്നു അത്. അപ്പം അതിൻ്റെ ഫോട്ടോസ് പുറത്ത് വന്നപ്പോൾ നമ്മുടെ ഈ ഈ ബ്യൂട്ടി പാർലറിൻ്റെ പരസ്യം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വെഡ്ഡിങ് പോലെയുള്ള അവരുടെ മേക്കപ്പ് ആണല്ലോ അവർക്ക്. അതുകൊണ്ട് ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തത്. അത് ഫോട്ടോസ് പുറത്ത് വന്നപ്പോഴത്തേക്കും വിവാഹം കഴിച്ചു എന്നുള്ളൊരു സംഭവം വന്നു. രേണു ചേച്ചി, എന്തൊക്കെ തലവേദനയാ ബാക്ക് ടു ബാക്ക് വരുന്നത് അല്ലേ? അതെ, ഒന്ന് മാറുമ്പോ ഒന്ന്, അതും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ അതെല്ലാം സ്വീകരിക്കാൻ തയ്യാറാണ്. രേണു ചേച്ചിനെ പിന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല? ഒരു ബാധ്യതയില്ല. ഡോക്ടറിനെ ബാധിക്കുന്നുണ്ടോ? പൊടിക്ക് ബാധിക്കുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞതാണ്, ഞാൻ എല്ലാം പറഞ്ഞിട്ടാണ് ചെയ്തത്. അല്ല, ഷൂട്ടിന് മുമ്പ് രേണു എൻ്റെ അടുത്ത് പറഞ്ഞു, വേറെ ആളെ വേണമെങ്കിൽ നോക്കിക്കോ, ഞാനിത് ചെയ്യുന്നില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ എന്റെ പ്രശ്നം കൊണ്ടല്ല, അതായത് എന്റെ ഇമേജ് എന്നുള്ള ഒരു പ്രശ്നമായിരുന്നു അവിടെ നോക്കിയത്. അപ്പൊ എൻ്റെ അടുത്ത് വളരെ സ്നേഹത്തോടെ പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് ബ്യൂട്ടി പാർലറിൻ്റെ എന്തിനു വേണ്ടിയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്തതാണ്, വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പോകണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ്റെതിന് ഇവരെ വെച്ചിട്ട് ചെയ്യണമെന്നുള്ളതിനോട് എനിക്ക് വലിയ യോജിപ്പ് തോന്നുന്നില്ല. ഞാൻ ഇതായിട്ട് പറയല്ല കേട്ടോ, അതിനെന്തോ എനിക്ക് അത്ര ഒരു യോജിപ്പ് തോന്നുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും കൂടി ഇനി തുടങ്ങാൻ പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് ഒരു ഇത് ചെയ്തത് എന്തായാലും ശരിയായില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ബാക്കി ഭാഗങ്ങൾ കൊണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കൂ. നമ്മളെ തേച്ചൊട്ടിക്കാം, പക്ഷെ ഈ തേച്ചൊട്ടിച്ചെടുത്തുനിന്ന് വടിച്ചെടുക്കുന്ന ഒരു വല്ലാത്തൊരു ലെവലിലോട്ട് നമ്മളെ അങ്ങ് ഒരു മെന്റൽ ഹറാസ്മെന്റ് ഒക്കെ. നമ്മൾ ഈ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോഴേ, നമ്മൾ മനുഷ്യരല്ലേ, ചില ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ ഒരു കൺട്രോൾ വിട്ടു പോവും. അങ്ങനെ എനിക്ക് തോന്നി. അതിന്റെ ഹാങ് ഓവറിലാണോ? ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ഞാൻ ഡിപ്രഷനിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായിരുന്നു ആ പോസ്റ്റിന് പിന്നിലുള്ള ചേതോവികാരം? അത്രയും ഡൗൺ ആയി പോയോ മാനസികമായിട്ട്? അത് 1% അതിലുണ്ട്. എങ്കിലും അതിനേക്കാൾ ഉപരി കുറെ ആളുകൾ ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കണം, അല്ലെങ്കിൽ തകർന്നിരിക്കുകയാണെന്ന് അവരാഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ സന്തോഷിപ്പിക്കണ്ടേ? അവർക്ക് വേണ്ടിയുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത്.
തേച്ചൊട്ടിച്ച് വടിച്ചെടുത്ത് ഇതാക്കാന്നൊക്കെയാണ് പറയുന്നത്. അതിനുള്ള വഴി ഇവർ തന്നെയാണ് വെച്ച് കൊടുത്തത്. അല്ലാതെ ആരും ഇങ്ങനെയുള്ള ക്യാപ്ഷൻ ഇട്ടിട്ട് ചെയ്തത് കൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾ വന്നത്. അപ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനൊരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഡിപ്രഷനിലോട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇത് ആവും, ഇങ്ങനെയുള്ള കമൻസുകൾ വരും എന്നുള്ളത് മുൻകൂട്ടി അറിഞ്ഞിട്ട് തന്നെയല്ലേ ഞങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്തതും അതുപോലെ ആ ക്യാപ്ഷൻ ഇട്ടതും. അപ്പോൾ ആ ക്യാപ്ഷൻ ഇടണ്ടായിരുന്നു, ഇത് എന്താ ഞങ്ങളുടെ ഇങ്ങനൊരു സംരംഭമാണ്, ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളിതാ എന്താണ് ഒരുങ്ങുന്നു അങ്ങനെയെന്നും പറഞ്ഞിട്ട് ബ്യൂട്ടി പാർലറിന് വേണ്ടിയിട്ടാണെന്നുള്ളത് പറഞ്ഞ് ആ ഒരു ക്യാപ്ഷൻ ഇട്ടാൽ മതിയല്ലോ. അത് അവിടെ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ രാജകുമാരനും രാജകുമാരി ഒന്നാവുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ ക്യാപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ആരാണ് അതിന് പൊങ്കാലിടാതിരിക്കുക? അതുപോലെ തന്നെ മഴവിൽ കേരളം എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂവിൻ്റെ മുമ്പായിട്ടാണ് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എന്തായാലും റീച്ചിന് വേണ്ടിയിട്ട് ചെയ്ത ആ പണിയായിരിക്കും എന്നാണ് ഇതിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും ബാക്കി ഭാഗങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. വെഡിങ് ഫോട്ടോഷൂട്ടിൻ്റെ ആ ഫോട്ടോസ് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് നമ്മൾ നോർമലി കണ്ടിരിക്കുന്ന ബ്രൈഡ് ആ മാലയൊക്കെ ഇട്ട് നിങ്ങളുടെ ആ ഫോട്ടോസൊക്കെ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ആ ക്യാപ്ഷൻസും കൂടെ വന്നത്. അതിൻ്റെ ആ ഒരു റൈറ്റിങ്സ് വന്നപ്പോൾ ശരിക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് നമുക്കും മനസ്സിലായത്. അപ്പോൾ ശരിക്കും അതൊരു മിസ്ലീഡിങ് ക്യാപ്ഷൻ ആയിരുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പബ്ലിക് അത് അങ്ങനെ തന്നെയല്ലേ എടുക്കുള്ളൂ. ഞാനല്ല ക്യാപ്ഷന്റെ പിന്നിൽ, ഇദ്ദേഹമാണ്. അതിനുള്ള മറുപടി ഞാൻ പറയാം. അതായത് ആ ക്യാപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഒരു രണ്ടാള് അങ്ങനെയുള്ള ഒരു ഇതല്ല, നമ്മുടെ ഒരു ടീം വർക്ക്. അപ്പം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സജഷനും ഐഡിയാസും ഒക്കെ ഉണ്ട്. അപ്പം മുൻപ് ഫോട്ടോ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയായിരുന്നു നമ്മൾ മോഡലിംഗ് ആയിരുന്നു, അതിൻ്റെ ഫോട്ടോഷൂട്ട് തന്നെ ആയിരുന്നു. പക്ഷേ ഇത് ആർട്ട് വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട്, അതൊരു വലിയ കമ്പനി ഒന്നുമല്ല, ഒരു സ്റ്റാർട്ടപ്പ് പോലെ നമ്മൾ തുടങ്ങും. അപ്പോൾ ഈ ആർട്ട് വേൾഡിന് വേണ്ടിയിട്ട് നമുക്കൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാധനം ചെയ്യണം എന്നൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം എന്ത് എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം ഓരോരുത്തരും ഓരോരോ സജഷൻസ് ഇങ്ങനെ അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും വെച്ചിട്ട് നമുക്കൊരു അഡ്വർടൈസ്മെൻറ്റ് തന്നെ ചെയ്ത് തുടങ്ങാം എന്നുള്ളതായിരുന്നു. അതിന് നമ്മൾ ആദ്യമായിട്ട് സമീപിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ആണ് രേണുവിനെ വിളിക്കുന്നത്, രേണുവിനെ ആണ് നമ്മൾ ഫോക്കസ് ചെയ്തതെന്ന് ഒരുപാട് പേർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും രേണുവിനെ അല്ല ആദ്യം നമ്മൾ സമീപിച്ചത്. അന്ന് സ്റ്റാർ മാജിക്കിൽ നല്ല റീച്ചിൽ നിന്ന അനുമോളെയാണ്. അന്ന് അനുവിനോട് അത് സംസാരിക്കുമ്പോൾ അനു പ്രോജക്റ്റ് വൈസ് ഒക്കെ ഓക്കെ ആയിരുന്നു, പക്ഷേ ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ട് അനു പറഞ്ഞു, അതിന് മുമ്പ് എപ്പോഴും അനു ചെയ്ത ഒരു അഡ്വർടൈസ്മെൻറ്റ് മീൻസ് ഫോട്ടോഷൂട്ടായിരുന്നു അത് ഇങ്ങനെ അനുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള ലെവലിൽ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡായി. അതുകൊണ്ട് ഷീ വാസ് നോട്ട് റെഡി ടു ഡു ദാറ്റ്. ആ പ്രോജക്റ്റ് അങ്ങനെ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ രേണു ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. പല വഴിക്ക് പേരുദോഷം കേട്ടോണ്ട് ഇരിക്കുന്ന ഒരു കുട്ടി പക്ഷെ ഭയങ്കര ബോൾഡായിട്ട് വന്നൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടിയിലേക്ക് പോയി കൂടാന്നുള്ള ഒരു സംഭവം വന്നു. രേണുവിനോട് ചോദിച്ചപ്പം സമ്മതിക്കത്തില്ല എന്ന് കരുതിയിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ചോദിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ സ്പോട്ടിൽ ഓക്കെ എന്നാണ് ആൻസർ വന്നത്. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ഫർദർ പ്രൊസീഡ് ചെയ്ത് മുമ്പോട്ട് പോയി. പിന്നെ ബുദ്ധിമുട്ട് വന്നു വെച്ചാൽ രേണു ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ലാഗായി പോയത്. ഇല്ലെങ്കിൽ ഇതിനു മുമ്പേ തന്നെ അപ്പോൾ ആദ്യം അനുവിനെയാണ് സ്റ്റാർ മാജിക്കിൽ അനുവിനെയാണ് സെലക്ട് ചെയ്തത്. അല്ല, അനു രക്ഷപ്പെട്ടു. അനു നേരത്തെ തന്നെ എന്തോ ഒരു വെഡിങ് ഇത് ചെയ്തതിന് കുറേ പൊങ്കാല ഇടേണ്ടത് കിട്ടിയതാണ്. അപ്പം ഇപ്പോൾ എന്തായാലും കത്തിച്ചൊലിച്ച് നിൽക്കുന്നത് രേണുവാണ്. അതുകൊണ്ട് രേണുവിനെ സെലക്ട് ചെയ്തു എന്നാണ് പറയണത്. രേണുവിന് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആ റീല് ഉള്ള ദാസേട്ടൻ്റെ കൂടെ ഉള്ള ആ റീലിന്. പക്ഷേ ഇപ്പോൾ എന്തായാലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരു ക്യാപ്ഷൻ. അതുപോലെ തന്നെ രേണു ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് റീച്ച് ആകണം, എങ്ങനെയെങ്കിലും എന്നെ ട്രോളിക്കോ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഓരോന്ന് ഇട്ട് കൊടുക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും ഓരോ ക്യാപ്ഷൻ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് റീച്ച് ആകണം എന്നുള്ള രീതിയാണ് പുള്ളിക്കാരൻ്റെ രീതി എന്നാണ് ഓരോ ഇതൊന്നും എടുത്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത്. എന്തായാലും ഈ ഒരു ക്യാപ്ഷൻ ഇട്ടത് ഒട്ടും ശരിയായില്ല, അതിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചത്. അപ്പോൾ അതിനിങ്ങനെയുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പുള്ളിക്കാരിയെ കുറ്റം പറഞ്ഞിട്ടില്ല, ആ ക്യാപ്ഷനെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് വേണമായിരുന്നു ആ ക്യാപ്ഷൻ കൊടുക്കാൻ. അപ്പോൾ ആ ക്യാപ്ഷൻ കൊടുത്തത് ഡോക്ടറാണെന്നാണ് പറയുന്നത്, രേണു അല്ല കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ കൊടുക്കാൻ പോണ മുമ്പ് പുള്ളിക്കാരിയായിട്ട് ആലോചിച്ചിട്ടല്ലേ എന്തായാലും കൊടുക്കുക. ഒരാൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും അവിടെ നമ്മുടെ അടുത്ത് അന്വേഷിച്ചിട്ടല്ലേ അത് കൊടുക്കുകയുള്ളൂ, അല്ലാതെ ചുമ്മാ അങ്ങോട്ട് കൊടുക്കില്ലല്ലോ. അപ്പോൾ അതെന്തായാലും രേണു കൂടെ അറിഞ്ഞിട്ടുള്ള സംഭവമാണല്ലോ. അപ്പോൾ അത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് എന്തായാലും മണ്ടത്തരമാണ്. എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ ഒരു ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. എന്തോ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നാണ് പറയുന്നത്, ബ്യൂട്ടി പാർലറിന് ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വിവാഹം കഴിഞ്ഞു എന്നുള്ളത് സ്പ്രെഡ് ആവണ്ട, അത് ഇവർ തന്നെ
തന്നെ വരുത്തി വെച്ച പേനയാണ്, അല്ലാതെ ആരുടെ കയ്യിൽ നിന്നും എടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇത് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് കൊണ്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നത്. ഇനിയിപ്പോൾ എന്തായാലും അതിനൊരു ക്ലാരിഫൈ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക്, പുതിയൊരു ടോപ്പിക് പോയി നമുക്ക് വീണ്ടും കാണാം.